വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് വി ആർ ഗോയിങ് ടു അപ്പം എവിടെയാണെന്ന് വെച്ചാൽ സേറ പറയും. എൻ്റെ ചേച്ചിയുടെ എന്താ കല്യാണം കഴിച്ച വീട്ടിലാണ് നമ്മൾ പോകാൻ വളരെ ഞാൻ എൻ്റെ കൂടെ കുറച്ച് ദിവസം കൂടെ എത്തിയത്. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്കിനി ബാക്കി വീട്ടിലോട്ട് പോകാം. ഗൈസ് നമ്മൾ കാറിലോട്ട് കയറിയിരിക്കുന്നു. ബാക്കിയുള്ളവർ വരാണ്ട് ചേച്ചിയും ചേച്ചിയുടെ അമ്മ ചേച്ചിയുടെ എൻ്റെ പപ്പ അവളുടെ ഡ്രസ്സാണ് കേട്ടോ. അവർ രണ്ടുപേരും അവരുടെ ഡ്രസ്സ് എക്സ്റ്റെൻഡ് ചെയ്യും. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഗൈസ് അപ്പം നമുക്ക് ജെയിംസോടെ ഞങ്ങൾ തുടങ്ങാം. നമ്മുടെ ചേച്ചിമാരുണ്ട്. ഹലോ, ഒരു ഹായ് പറയും എല്ലാവരും. പപ്പ ഡ്രൈവിംഗ് പോയി. നമുക്കിനി ഒരു പകുതിയെങ്കിലും എത്തിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാം. ഗൈസ് നമ്മൾ ഏകദേശം വെളിയെത്തിയിട്ടുണ്ട്. ഒത്തോടെ വണ്ടികളാണ്. ഗൈസ് നമ്മൾ വഴികളൊക്കെ പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ പോകാൻ പറ്റൂ. പെട്രോൾ ടാങ്കിൽ വന്നിരിക്കുന്നു ഗൈസ്. പെട്രോൾ അടിച്ചിട്ട് നമ്മുടെ യാത്ര തുടരും. ഗൈസ് നമുക്ക് എൻജോയ്മെന്റ് ആയാലോ? സേറെ തുടങ്ങിക്കോ. ഗൈസ് നമ്മളിപ്പോ പോയിക്കൂടെ ഒരു ടെമ്പോട്ട് വണ്ടി എന്തുവായിരുന്നു ഇടിച്ചിടാന്ന് പറഞ്ഞ പോയതല്ലേ. എന്റെ പുല്ലെ ഭയങ്കര അതാ മിന്നൽ പോലെ പോയത്. ഒണ്ടൊക്കെ പോലെ പോട്ടെ പാല് റോസമ്മ പെണ്ണാളേ ഡിങ്കിരി ഡിങ്കാരെ നീനക്കി ഡിങ്കിരി ഡിങ്കാരെ ഒലക പോലെ പോത്ത് പെണ്ണാളേ. ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ഓടയാത്ര തെറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളിനി കുറച്ച് നേരം കൂടെ കാത്തിരുന്നാൽ മതി. പുറത്തിറക്കി നമ്മുടെ പാപ്പാജി വണ്ടി വെച്ചിരിക്കുകയാണ്. ഹായ് പറയൂ പാപ്പാജി. അറിയാമോ, ഇപ്പൊ പള്ളിയിലേക്ക് 130 ഊണ് എല്ലാവരെയും കൊണ്ട് ചെലുപ്പിച്ചു. പക്ഷമേ കണ്ണൂരി കയറുമ്പോ കൂടെ ഉണ്ടാക്കി കൊടുത്താണ്. പാട്ടുകാരെ ക്യാമറയും കാണിക്കാമോ? ക്യാമറയിൽ ആളെയും കാണിക്കാമോ? അവൻ വ്ളോഗ് എടുക്കുവാ. കോടതി എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ കൊട്ടാരക്കര കോടതി കാണണമെങ്കിൽ നിങ്ങൾ നേരെ ക്യാമറയിൽ നോക്കിയിരിക്കുക. നമ്മുടെ കോടതിയാണ് അവിടെ കാണുന്നത്. നമ്മുടെ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ കോടതിയാണ്. നമ്മുടെ കോടതി നമ്മൾ കൊട്ടാരക്കര കോടതിയാണ്. ആരൊക്കെ കൊട്ടാരക്കര കോടതി കണ്ടിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യുക. നമ്മൾ കൊട്ടാരക്കര ചന്തമുക്കിൽ എത്തിയിരിക്കുന്നു. ചന്തമുക്കല്ല, ചന്തമുക്ക്. നമ്മൾ ചന്തമുക്കിലെത്തി. ചിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു ഫോണിട്ട് 1 ഫോൺ. നമ്മളുടെ കൊട്ടാരക്കര MK6 അടുത്ത് എത്തിയിരിക്കുന്നു. നോക്കിയാൽ നമ്മുടെ MK6 നമ്മുടെ MK6. ഗൈസ് നമ്മൾ ഏകദേശം അടുത്തെത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്താൽ മതി, നമ്മുടെ സ്പോട്ട് എത്തും. ഞങ്ങളുടെ അവിടെ സ്പോട്ടിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗൈസ് ഞങ്ങളുടെ സ്പോട്ടിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പ്ലാവിൻ്റെ മരമുണ്ട്. അവിടുത്തെ ഞങ്ങൾക്ക് ട്രീ ഹൗസ് പറയാൻ പറ്റത്തില്ല.
ആ മരത്തിൽ കിടന്ന് ഇരിക്കാൻ പറ്റും, നമുക്ക് കിടക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ആ താഴെപ്പടി സേറതും ചോദിച്ചു നോക്ക്. ഞാൻ അവിടെ ചെന്നിട്ട് ഡ്രസ് മാറും, കാരണം എന്റെ ഡ്രസ് എനിക്ക് അവിടെ ഒന്നും കയറാൻ പറ്റില്ല. അവിടെ നിങ്ങൾ എന്തെങ്കിലും കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ കയറുമ്പോൾ അതിന്റെ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരും, ഉറപ്പായിട്ടും കാണിച്ചു തരും. നമ്മുടെ ലോങ് വീഡിയോ ആണ് ഗൈസ്. ഒരാൾക്ക് ഇപ്പഴേ ക്ഷീണമായി. അവിടെ നമ്മുടെ അനിയത്തിയുടെ തോളത്തോട്ടി കിടക്കുകയാണ്. എന്താ നമ്മള് തിന്നുന്നേ? നമുക്ക് കിട്ടിയില്ല. ഇങ്ങോട്ടിട് ഇങ്ങോട്ടിട്. പേടി വേണം. നമ്മൾ വന്നപ്പോ കണ്ടൊരു അമ്പലമാണ്. ഗൈസ് നമ്മളിപ്പം ഒരു ചെടിക്കടയിൽ വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ചെടി മേടിക്കാൻ വിചാരിച്ചു. എനിക്ക് തോന്നി ഞങ്ങൾ നല്ല നല്ല ചെടിയാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോളൂ ഗൈസ്, നമുക്ക് അവിടെ എൻട്രി ചെയ്യാം. ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ട് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇവിടെയൊക്കെ റോഡിൽ വണ്ടി പോകുന്നതാണ്. നല്ല ചെടിയാണ്, നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് വാങ്ങിക്കണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടി. ഇവിടെ ആരും ഇല്ലേ? ഗൈസിൻ്റെ അടുത്തുള്ള വീട് ഇവിടുത്തെ ഇതാന്ന് തോന്നുന്നു. സേറ അതോ വിളിക്കാൻ പോവുകയാണ് അവരെ. ഗൈസ് നമ്മൾ റംബൂട്ടാൻ പിടിക്കാൻ വന്നത്. നമുക്ക് റംബൂട്ടാൻ ചെടികൾ കാണാൻ പോവാം. നമുക്ക് അവിടെ ആ വീട്ടിൽ നല്ല റംബൂട്ടാൻ പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വളർത്താൻ മേടിക്കും. നമ്മൾ വാങ്ങിക്കും. സ്കൂൾ ബോയ് N80 ഇതുകൊണ്ടായിരിക്കും. ഇത് സ്കൂൾ ബോയ് N80 ഇതുകൊണ്ടാണ്. സ്കൂൾ ബോയ് ആണ് അത്. N80 എന്ന് പറയുന്നത് ഏതാണ്? ആ ഗൈസ് ഇതാണ് N80. N18 ഇതാണ് N18. അവിടെ ഉള്ളത് എന്താ സ്കൂൾ ബോയ്. എനിക്ക് തോന്നുന്നു സ്കൂൾ ബോയ് വെച്ചു നല്ലതാണ്. സ്കൂൾ ബോയ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള. ഇതാ N80 മമ്മി. ഗൈസ് ഇവിടെ പറയുകയാണ് സ്കൂൾ ബോയ് കഴിച്ചത് മധുരമുള്ളേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ചേച്ചിക്കുട്ടി ഇവരാണ്. ഞാൻ എപ്പോഴെങ്കിലും വന്ന് കെട്ടുപിടിക്കും. എപ്പോഴും നല്ല വ്യൂ ആണ് ഗൈസ് ഇവിടെ മൊത്തം. കടലാണ്. തോന്നുന്നു നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളിനിയും ചെടി പിടിച്ച് കഴിഞ്ഞിട്ടില്ല, ഇരിക്കുന്നേ ഉള്ളു ഗൈസ്. ഗൈസ് നല്ല മാങ്ങയൊക്കെ ഉണ്ട് ഗൈസ്. തെങ്ങ്, മാങ്ങ. അപ്പൊ ഇത് ഏതാ അപ്പൊ ചെടി? എനിക്കറിയ എന്തൊക്കെയോ പേരുള്ള ചെടികളൊക്കെ ഉണ്ട്. ചക്ക 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 ആ ചക്ക സാധനം ഉണ്ട്. നമ്മുടെ ചക്ക കഴിക്കുന്നു ഗൈസ്. നമ്മുടെ മുത്തൻ പ്ലാവ്. ഇതും N18 റംബുട്ടാനാണ്. ചേച്ചിക്കുട്ടി എനിക്ക് അയ്യോടാ ഗൈസ് റോഡിൽ മൊത്തം ചറപറ വണ്ടികൾ ഓടിയാണ്. എൻ്റെ മോനെ ഗൈസ് അവസാനം നമ്മൾ മാവാണ് സെലക്ട് ചെയ്തത്. മാവും കൊണ്ട് പോവുകയാണ്. ഞങ്ങളുടെ ബെസ്റ്റ്. ഞാൻ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ രണ്ടും നമ്മൾ സെറ്റ് മാവാണ് എടുത്തിരിക്കുന്നത്. മാവ് എടുത്തത് നല്ല പിടിക്കണം ഗൈസ്. ഗൈസ് നമ്മൾ റംബുട്ടാനും കൂടെ എടുത്തു ഗൈസ്. നമ്മുടെ ചേച്ചിക്കുട്ടി റംബുട്ടാൻ എടുത്തിട്ടത്. നമുക്കിനി നേരെ നമ്മൾ ലോഡ് ചെയ്യുന്നത് കാറിലോട്ട് നമുക്ക് ലോഡ് ചെയ്യാം. നമ്മുടെ കാറിലോട്ടാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത് ഗൈസ്. നമ്മുടെ കാറിൻ്റെ പേരാണ് ഹുണ്ടായി ഇയോൺ ഗൈസ്. നമ്മുടെ ഈ റംബുട്ടാൻ നമ്മുടെ കാറിനകത്ത് കയറത്തില്ല. നമ്മളപ്പം
പ്ലാൻ അകത്തോട്ട് ഇരിക്കട്ടെ. ആ സീറ്റിൻ്റെ അവിടെ വെച്ചാൽ മതി. നമുക്ക് സീറ്റിൻ്റെ അവിടെ വെക്കാൻ സീറ്റിൻ്റെ അവിടെ വെച്ചുകൊണ്ട് പോവാന്നാണ് ആലോചന. സീറ്റ് കയറി ചവിട്ടല്ലേ? എല്ലാവരും കേറട്ടെ. ലോഡിങ് ആവട്ടെ. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ റംബൂട്ടാൻ സീറ്റിലാണ് ഗൈസ്. കാറിനകത്ത് മരം വിളിച്ചു ഗൈസ്. കാറിനടുത്ത് മരം കിളിച്ചു. പുതിയ ഇൻവെസ്റ്റിഗേഷൻ. കാറിനടുത്ത് മരം കിളിച്ചു. അയ്യോ ന്യൂസ് ഇടുന്നേ. റിപ്പോർട്ടർ വിളിക്ക്. നമുക്ക് റംബൂട്ടാൻ ഇനി കൊട്ടാക്ക എന്ന് കഴിക്കണമല്ലോ ഗൈസ്. കോട്ടാത്തല അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോ ഈ കോട്ടത്തല സാധനം എനിക്കറിയില്ല. കോട്ടാത്തല കഴിഞ്ഞതാണ് എല്ലാരും പറയുന്നത്. ഫ്രണ്ടിൽ ഓട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാടൊക്കെയാണല്ലോ ഗൈസ്. ഇവിടെ മൊത്തം കാടും മരവും ഒക്കെ. ഇഷ്ടം പോലെ പറക്കി വെച്ചേക്കുന്നത് നട്ട് കിളിച്ച് നാട്ടുമാങ്ങ. സേറെ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാ? വണ്ടി ഇടിച്ചോ? അയ്യോ വണ്ടി ഇടിച്ചു. രാത്രി കണ്ടു കാണത്തില്ലായിരിക്കും. എന്റെ പൊന്നെ കാറിന്റെ ഫ്രണ്ട് പോയി. പറ്റി കാണും. പിന്നെ നല്ല ഇടിയായിരിക്കത്തില്ല ഇടിച്ചേ. സ്പീഡിനൊന്നും അടിക്കുന്നില്ലേ? ഉറക്കമുണ്ടെങ്കിൽ രാത്രി വണ്ടി ഓടിക്കില്ലടി. പകലായാലും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നടന്ന ആക്സിഡന്റിനെ പറ്റി സ്റ്റെഫിക്ക് എന്താ പറയാനുള്ളത്? അവര് നൈറ്റ് ഡ്യൂട്ടി ചെയ്തപ്പോൾ ഉറങ്ങിപ്പോയി. അത്രേ ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ കൊണ്ടുചെന്ന് മറ്റേ കൊണ്ട് നമ്മളിപ്പോ ഏകദേശം സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ കൊറേ വാഴത്തോട്ടം. ഇപ്പൊ നമ്മൾ എവിടെ തേവലപ്പുറത്ത് എത്തിയിരിക്കുന്ന കാര്യം. നമ്മള് തേവലപ്പുറം. ഹല്ലേലൂയ ഗൈസ്. നമ്മുടെ സ്പോട്ട് എത്താറായി. ഇവിടെ ആ പച്ച ഇവിടെ ബാക്ക് ക്യാമറ ഗൈസ്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മള് നമ്മുടെ സ്പോട്ട് ഇപ്പൊ എത്തും. സിന്ധുവിന്റെ ഹോട്ടലല്ലേ സിന്ദൂര കൊച്ചേ. നമ്മൾ ഇല്ലാക്കൂടാണ് കയറി പോകുന്നത്. നമ്മുടെ വീട് എന്റെ ചേര ഇവിടെ ചേര. ചേരെ കണ്ടിരിക്കുന്നു. നമ്മുടെ ഗേറ്റ് തുറക്കണം ഗൈസ്. നമ്മുടെ കാർ മാസായിട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്പോട്ട്. ഞങ്ങൾ കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞത് ഗൈസ്. ഇവിടെയാണ് ഗൈസ് ഞങ്ങൾ വന്ന ഉടനെ കയറിയിരിക്കുന്നത്. ഞങ്ങളുടെ സ്പോട്ട്. പക്ഷെ ഇവിടെ മൊത്തം കഴിയില്ല. ഞങ്ങൾക്ക് പേടിയാണ്. പാമ്പോ പരതാരങ്ങളോ വല്ലതും ഉണ്ടോയെന്ന്. ഇവിടെ ഞങ്ങൾ വന്ന ഉടനെ ഇവിടെ ചവിട്ടി കയറും. ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കയറാൻ പാടാണ്. നോക്കാൻ ട്രൈ ചെയ്യാം ഗൈസ്. ഞങ്ങളുടെ സ്പോട്ടിൽ കയറിയിരുന്നു. നമ്മുടെ സേറമതോ വരുന്നു. ഞങ്ങളുടെ സ്പോട്ട് ഇതല്ല. ഞാൻ ഇവിടെ മേലെങ്കിലും കയറട്ടെ ഗൈസ്. നമ്മളിവിടെ മൊത്തം പ്ലാവാണ് ഗൈസ്. കണ്ടില്ലേ ഗൈസ്? നെക്സ്റ്റ് മലഞ്ഞ് പിടിച്ച് കയറുകയാണ് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞങ്ങൾ സ്പോട്ടിൽ കയറി ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. മഴ പെയ്യുന്നു. ചെറിയൊരു പൊടിച്ചിലോ ഗൈസ്. ഞാൻ എന്തായാലും നമ്മുടെ എത്തി. നോക്കൂ ഗൈസ്. നമ്മുടെ ടൈലൊന്നും ജസ്റ്റ് പൊട്ടി.
ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറാം. വീട്ടിലിടോ പഴയ വീടാണ്. ഗോസ്റ്റ് ഹൗസ് പോലെ ഉണ്ട് ഗൈസ്. ഗോസ്റ്റ് ഹൗസിന്റെ ലുക്ക്. ഗൈസ് നമുക്ക് നമ്മുടെ ചെടികൾ പിക്കപ്പ് ചെയ്യാം. നമ്മുടെ ചെടികൾ ഇവിടുന്ന് പിക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പൊങ്ങട്ടെ നമ്മുടെ ചെടികൾ പിക്കപ്പ് ചെയ്യുകയാണ്. ചെടികളും നമ്മുടെ സാധനങ്ങളും. മഴ ഉണ്ടാകുന്നുണ്ട്. എല്ലാം കയറട്ടെ. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കണം. ഇതൊക്കെ എടുക്കും വേണ്ടി മടൽ വീണായിരിക്കും. അവിടെ ഓല കിടപ്പുണ്ട്. എപ്പോഴേ എൻ്റെ മണ്ടേന്ന് വീഴുന്നില്ല. എത്രയും ആ ടൈല് പൊട്ടി എല്ലാവർക്കും തോന്നുന്നത് അവിടെ തെങ്ങുണ്ട്. നിങ്ങൾ കാണാമോന്ന് അറിയത്തില്ല. ആ തെങ്ങിന്ന് തേങ്ങയോ ഓലോ വീണോ എന്നാണ് എല്ലാവർക്കും ഡൗട്ട്. എല്ലാവരുടെയും പ്രത്യേകിച്ചുള്ള ഡൗട്ട് അതിനെ പറ്റിയാണ്. ഇവിടെ ഈ തേങ്ങയോ അല്ലെങ്കിൽ മടലോ ഈ മടലോ ഇവിടെ വന്ന് നല്ല ഫോഴ്സിനൊന്ന് അടിച്ചാണെന്നാണ് എല്ലാവരുടെയും ഡൗട്ട്. നല്ലൊരു മുറിവല്ല, ടൈൽ നല്ല ആഴത്തിൽ പൊട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഗൈസ് നമുക്ക് വീട്ടിലേക്ക് കയറാം. അയ്യോ നമ്മൾ ജനലെല്ലാം തുറക്കുകയാണ്. ലൈറ്റ് ഇടാം. മെയിൻ സ്വിച്ച് ഓൺ ആക്കി നമുക്ക് ലൈറ്റ് അതെല്ലാം എന്തോ ലൈറ്റിന് പ്രശ്നം. നമുക്ക് ഈ ലൈറ്റ് ഇടാൻ നോക്കാം. ഈ ലൈറ്റ് ഇടക്കട്ടെ. ഈ ലൈറ്റ് ഫാൻ സ്വിച്ച് ആ ലൈറ്റ് സ്വിച്ച് അവിടെയാ. ഇല്ല ഇവിടുത്തെ ഫാൻ സ്വിച്ച് നമുക്ക് റൂമിലോട്ട് പോവാം. ആദ്യം ഇവിടുത്തെ ഫാൻ കിട്ടിയ പിന്നെ വിഷയമില്ലല്ലോ. ആയിട്ട് നോക്കട്ടെ. ഗായ്സ് നമ്മുടെ മുറി ചേച്ചി ഇനി ഇത് sleep nap, a small nap to the bed and going to sleep. Okay, did you understand my night കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഗൈസ് നമുക്ക് നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു ചെറുക്കൻ്റെ കളിപ്പാട്ടമാണ്. നല്ലൊരു ഫ്ലവർ ഭയങ്കര ഇതാണ് നമ്മുടെ ചേച്ചി. ഇതാണ് ഞങ്ങളുടെ ഈ അച്ചാച്ചൻ്റെ വീടാണിത്. ഈ അച്ചാച്ചൻ മീൻസ് ഞങ്ങളുടെ ബ്രദറാണ്. ട്രോഫി ഒക്കെ ഫോട്ടോണ്ട്. അച്ഛൻ്റെ കുഞ്ഞുകാലത്തെ ഫോട്ടോ കാണുന്നത്. അച്ഛൻ്റെ കുഞ്ഞുകാലത്തെ ഫോട്ടോ. ഞാൻ മോട്ടർ ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷെ നിറയത്തില്ല. നിറയുവാണെങ്കിൽ അങ്ങ് ഓഫ് ചെയ്യണം. ഓക്കെ അച്ചാച്ചൻ്റെ ഫാമിലി. അച്ഛൻ്റെ ഫാമിലി ഫോട്ടോ ആണ്. ഗൈസ് നമ്മുടെ ചേച്ചി ഉറങ്ങാൻ പോയി. ഉറങ്ങുകയാണ് ചേച്ചി. കുറ്റിയിട്ട് ഗൈസ്. നമുക്ക് നമ്മൾ വെളിയിൽ കുറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാ നല്ല ഡ്രസ്സ്. നമ്മൾ ഡ്രസ്സ് മാറ്റി നമ്മുടെ സേറാമോളെ കാണാം. ഗൈസ് ആരും ഇല്ലാഞ്ഞായിരുന്നു. അവരൊക്കെ ഇവിടെ വീട്ടിലായിരുന്നു. ഞങ്ങൾ വന്നതാണ്. പാമ്പോ എന്തെങ്കിലും കയറി കിടക്കുമെന്ന് ഭയങ്കര പേടിയാണ് ഗൈസ്. നമ്മുടെ സേറാമോൾ എങ്ങനെ ഡ്രസ്സ് മാറി വന്നിരിക്കുന്നു. രണ്ടുപേരും ഒരേ ഡ്രസ്സാണ് കഴിച്ചിട്ടേക്കുന്നത്. അപ്പൊ നമ്മുടെ ചേച്ചി ഒരു സ്മാൾ നാപ്പിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ചേച്ചി ഉറങ്ങാൻ പോവുകയാണ്. ഗൈസ് നമ്മൾ വന്നപ്പോൾ നമ്മുടെ പല്ലി സാറിനെ നമ്മൾ കണ്ട്. പല്ലി സാറേ നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. കാണാണ്ട് ഇപ്പൊ പോയുണ്ട് സാധനം. അതാണ്ട് ഒരു സാധനം ഇതായിരിക്കുന്നുണ്ട്. പല്ലി സാർ കണ്ട. ഇപ്പൊ അവിടെ പോയണ്ട നിങ്ങള്. പല്ലി സാർ കാണുന്നില്ല. സാറേ പല്ലി സാറേ ഇനി കാണാൻ കാണിച്ചിരിക്കാം. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് കാരണം ആ ഡ്രസ്സ് ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും അതെല്ലാം അഴക്കാം. നമ്മൾ ഇവിടെ കയറി മരത്തിലിരിപ്പ് അതിലിരിപ്പ്. ഞാൻ കൊണ്ടുവരാൻ മറന്നാല് ഞാനും കൊണ്ടുവന്നേനെ ഗായ്സ്.
ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് കാർ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ലൈക്ക് ഷിഫ്റ്റ് അങ്ങനെ നിങ്ങൾ ഒരു ഊളക്കാരെന്ന് കണ്ടോ. എനിക്ക് ഷിഫ്റ്റ് ഓക്കെ എന്ന് പറയാം. പക്ഷേ എൻ്റെ ലുക്ക് ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ലുക്ക് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ കാറിനെ ഭേദം ഈ കാറിനേക്കാളും ഭേദം ഈ കാറാണ് ഗൈസ്. കളറും എല്ലാം ഈ കാറിൽ അഴുക്കായാലും ആ കാറിൽ അഴുക്കായാലും അറിയാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് വൈറ്റ് ആയതുകൊണ്ട് അറിയാനും ഒക്കെ പറ്റും ഗൈസ്. അപ്പം ഞാൻ എന്തായാലും നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്തായാലും കാണാം. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ നോക്കാം. ഇവിടെ മൊത്തം ആൾക്കാരൊക്കെയാണ്. ആൾക്കാരെല്ലാം നിശബ്ദമൊക്കെയാണ്. കുറച്ചു നേരമായ ഞങ്ങളെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണ്. പക്ഷെ വന്ന് കയറിയോളാം. മഴ പെയ്യാൻ തുടങ്ങി. വന്ന് കയറി ഞങ്ങൾ അവൾ ഡ്രസ്സ് വരയിട്ട് ഇറങ്ങി. ഞങ്ങൾ അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലായതിനെ കൊണ്ട് നോക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. നമുക്ക് അകത്തേക്ക് പോകാം. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പനി പിടിക്കും. പപ്പയുടെ നല്ല വഴക്ക് കിട്ടും. സ്കൂളിൽ പോകണ്ട ഗായ്സ്. ഇല്ല ചക്കയുടെ ഷേപ്പ് കണ്ടു നിങ്ങൾ ഗായ്സ്. നല്ല മഴ നല്ല ശക്തമായിട്ട് പെയ്യുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഇനി നല്ല ശക്തമുണ്ട്. ഞങ്ങൾ പപ്പ അമ്മ വെളിയിൽ പോയേക്കുക. അത് കൊടയും കണ്ടില്ല. മൊത്തം നനഞ്ഞ് കുളിഞ്ഞായിരിക്കും വരുന്നത്. ഇപ്പം പപ്പയും അല്ലെങ്കിൽ എന്താ മറ്റേ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വല്ല വാങ്ങിയിട്ട് വരണേ കഴിക്കാൻ. മഴ ഇത് കുട പോലും കൊണ്ടുപോയില്ല ഗൈസ്. എന്നപ്പോൾ ചെയ്യുക. ചേച്ചിയാണ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഞങ്ങൾ ചേച്ചി ഇതാണ്ട് ആ റൂമിലോട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ഗൈസ് ഈ സാധനം എന്താണെന്ന് നിങ്ങൾ നോക്കണ്ട. നമ്മുടെ ഫോൺ സ്റ്റാൻഡിൻ്റെ ഭാഗമാണ്. ഇച്ചിരി വെള്ളം കുടിക്കാൻ വിചാരിച്ചു ഗൈസ്. നമ്മൾ വെള്ളമൊന്നും അനത്തില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് വന്നു. നമുക്ക് കാറ്റ് കണ്ടോണ്ടിരിക്കാം. അവിടെ എന്തോ ഇതിലോട്ട് എന്തോ സാധനം കിടക്കുന്നത് ഗൈസ്. ഒരു ലോറി ആരുടെ ഇവിടുത്തെ ആളുടെ അല്ലേ. കാരണം ഇവിടുത്തെ ആളുടെ ഇവിടെ ഫുള്ളാ ഇപ്പം അവിടെ ഇല്ല. ഇവിടുത്തെ ആളുടെ അല്ല ഈ സാധനം. പക്ഷെ കണ്ടിട്ട് കൊള്ളാണ്ടല്ലേടി. നിനക്ക് പൊട്ടിപ്പൊളിഞ്ഞ സാധനമാണ്. ഇവിടുത്തെ സാധനം പോയി. ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇവിടേക്ക് എനിക്ക് തോന്നുന്നത് അപ്പുറത്തുള്ള ചെറുക്കൻ്റെയാണ്. മഴയുടെ സാധനം ഉണ്ടായി ഞാൻ ഓടി വരുന്നതാണ്. ഇതാണ് സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ ഗൈസ്. ഇതാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ. പറഞ്ഞാണ്ട് റീൽസ് കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഉറങ്ങുന്നേ? കകത്തോടെ കയറി പോവാ. ഇതെന്താ ഇവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു? നല്ല മഴ സമയത്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക ഗൈസ്. കണ്ടില്ലേ ഗൈസ്, നമ്മളിവിടെ മഴയാണ് ഗൈസ്. നിങ്ങൾ ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ ഒന്ന് പറയണം ഗൈസ്. ഈ ഫ്രൂട്ട് പേരെന്തായിരുന്നു? സപ്പോർട്ടിക്ക ഗൈസ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഗൈസ്? കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഈ സപ്പോർട്ടൊക്കെ വരുന്ന ഈ ഫ്രൂട്ട് ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് യെസ് ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. മഴ കളിച്ചിരിക്കുന്ന സ്കൂളിൽ പോയിരിക്കാന് തലയിൽ വെള്ളം വീണില്ല. അങ്ങനെ കയ്യിൽ കളിക്കാണ്. ഗൈസ് ഈ വീടിന്റെ ബാക്കിൽ ഉണ്ട്. പറ്റുമെങ്കിൽ കാണിച്ചു തരാം. മഴ ഇപ്പം ആയല്ലോ ഗൈസ്. മഴ തോന്നുമ്പോൾ നമുക്ക് എന്തായാലും ബാക്ക് ക്യാമറ എവിടെയാണ് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ അവിടെ ഒരു മരം കാണുന്നുണ്ട് നിങ്ങളെ. ഇവിടെ ഈ അടുത്തടുക്ക് ജനലിൻ്റെ അടുത്തുണ്ട്. ആ മരത്തിന്റെ ബാക്കിലായിട്ടാണ് ഈ കനാല് വരുന്നത്. മീൻസ് അങ്ങനല്ല, കാട് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് നടന്നാൽ ആ കനാല് കാണാൻ പറ്റും ഗൈസ്. നമുക്ക് ഇവിടുത്തെ റൂം കാണിച്ചു തരാം. തറച്ചു പോയി. ഇവിടുത്തെ ഒരു റൂമാണ്. ഇത് നമ്മുടെ ചെറിയ റൂമാണ്. ദൂരം തുറന്നിട്ടിരിക്കുന്നത് അതുമില്ല ഗൈസ്. നമുക്കിത് ഇവിടെയൊക്കെയാണ് നമ്മുടെ റൂം ഗൈസ്. പക്ഷേ വേറൊരു റൂമാണ്. നമ്മൾ ആദ്യമേ കിടന്നതുകൊണ്ട് നമ്മുടെ ചേച്ചി കിടന്ന റൂം. ഇത് രണ്ടാമത്തെ ആ റൂം, മൂന്നാമത്തെ റൂം. മൊത്തത്തിൽ 3 റൂമാണ് ഇവിടെ.
മഴയൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഏകദേശമേ ഉള്ളൂ, ഫുള്ള് പോയിട്ടില്ല. ഒരു ചാറ്റാ മഴ പോലെ. Yes, guys. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം ഈ കേറുന്ന ഭാഗത്താണ് ആ തൈന് പൊട്ടിയിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അവിടെ സൗട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി പൊളിഞ്ഞു. അതാ ഈ അറ്റ ഇത്രയും ഭാഗം ഞാനിപ്പോ കാല് വെച്ചപ്പോൾ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും പൊട്ടി. ആ കാറിന്റെ പേര് ബലാനോ എന്നാണ്. കണ്ടോ, കാണാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. കണ്ടേ, ബലേനോ എന്നാണ്. ബലേനോ ഗായ്സ്. അപ്പം അവിടെ കുറേ പ്ലാവിൻ്റെ മരങ്ങളുണ്ട്. അപ്പം അവിടെയാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം കിട്ടുന്നത്. അവിടെ ജോയിൻ ചെയ്താണ് കാണാൻ പറ്റുന്ന അറിയത്തില്ല. അവിടെ കയറിയാണ് നമ്മൾ അവിടെയാണ് നമ്മുടെ ആൾക്കാർ എത്തി ഗൈസ്. നമ്മുടെ പീപ്പിൾസ് മരം നനഞ്ഞോ? ഗൈസ് അപ്പോൾ സാധനവും കിട്ടി, മീനും കിട്ടി, ചീനിയും കിട്ടി. ഗൈസ് നമ്മൾ ചീനിയാണ് സ്പെഷ്യൽ. ഗൈസ് നമുക്ക് കുറച്ച് ഞം ആയാലോ? നമുക്ക് കുറച്ച് ഞം ആവാം. ഞം ഗൈസ് നമുക്ക് ഇനി ഞം അടിക്കാം. ഇത്രേ ഉള്ളൂ. ലവിങ് ആൻഡ് ഞങ്ങളിനി ചാർജ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് വീഡിയോ ചെയ്തേലേ, ചാർജ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ലൈവ് ഇട്ടാം ഗൈസ്. അപ്പോൾ ബൈ.